വിഷയം രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ദാസേട്ടൻ കോഴിക്കോട് പുള്ളി ഇപ്പോൾ എയറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, രേണുസുതിയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയമാണ്. ഇതൊട്ടും കാണാൻ താല്പര്യമില്ലാത്ത ആളുകളൊക്കെ ഒന്ന് സ്കിപ്പ് അടിച്ച് പോയത്. കാരണം രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ആർക്കും തന്നെ ഇവരെ ഒരു വീഡിയോസും തന്നെ കാണുന്നത് ഇഷ്ടമല്ല, അതുപോലെ കേൾക്കുന്നത് ഇഷ്ടമല്ല. ഇവരുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ കേൾക്കുന്നത് തന്നെ ആൾക്കാർക്ക് വെറുപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ രീതിയിലാണ് ഇപ്പോൾ രേണുസുതിയുടെ ഓരോ പോക്കുകളും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെ പൊക്കിയെടുത്ത് മേലോട്ട് വെച്ചുകൊണ്ട് നിന്ന ആൾക്കാർ തന്നെ ഇപ്പം താഴോട്ട് എടുത്തിടുവാണ്, അതുപോലെ എയറിലോട്ട് മേലിലോട്ട് കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേണുസുതിയെ പറ്റിയിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ, ഞാൻ ഒരുപാട് വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രേണുസുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രോഡാണ്, വേൾഡ് ഫ്രോഡ്, നമ്പർ 1 ഫ്രോഡാണെന്ന് ഞാൻ ഒരുപാട് വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും ഫ്രോഡാണ്, 100% ഫ്രോഡാണ്. ഇപ്പോൾ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് രേണുസുതി എന്താണെന്ന്. ഇപ്പോൾ പുതുതായിട്ട് ഇപ്പം ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് കുറച്ച് റീൽസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരാം, നിങ്ങളെ യൂട്യൂബിൻ്റെ ഹോം പേജിനകത്ത് വരും. അല്ലാതെ തന്നെ റെക്കമെൻഡ് ചെയ്യാൻ തന്നെ ഇവർ ഈ രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയൊരു അപരാധം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം രേണുസുതി. ഇപ്പം ഈ രേണുസുതിനെ ഈ ഒരു മേഖലയിലോട്ട് കൊണ്ടുവന്നിട്ടിട്ട് പോയത് ലക്ഷ്മി നക്ഷത്രയാണ്, സ്റ്റാർ മാജിക്കിലെ ആങ്കർ ലക്ഷ്മി നക്ഷത്രയാണ്. പുള്ളിക്കാരി അന്ന് ഇത് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരിക്ക് ഇച്ചിരി അത്യാവശ്യം ഏണിങ്സിൻ്റെ ഭാഗമായിട്ട് പുള്ളിക്കാരിക്ക് അത്യാവശ്യം അന്ന് ഇച്ചിരി പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അന്ന് സ്റ്റാർ മാജിക്കൊക്കെ ഒന്ന് ഇടിഞ്ഞു നിൽക്കുന്ന സമയമാണ്. സ്റ്റാർ മാജിക്കിൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അന്ന് ഒന്ന് ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് കൊല്ലം സുധി മരിക്കുന്നത്. അപ്പം കൊല്ലം സുധിയുടെ ഒരു കണ്ടൻറ്റ് വെറ്റ് അത്യാവശ്യം റീച്ചാക്കാനും അതിലൂടെ പൈസ ഉണ്ടാക്കാനും അന്ന് ഈ പറഞ്ഞിട്ടുള്ള ലക്ഷ്മി നക്ഷത്ര ചെയ്തൊരു പരിപാടിയാണ് രേണുസുതി എന്ന് പറഞ്ഞ് ഈ ഒരു മാരക വശത്തിനെ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടിട്ടിട്ട് ജനങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തിയത് അല്ലേ. പല ആളുകൾക്കും ഇവരൊരു ബുദ്ധിമുട്ടാണ്. പല ആളുകളും യൂട്യൂബ് തുറക്കുന്ന നല്ല നല്ല വാർത്തകളും നല്ല നല്ല കാര്യങ്ങളും ലോക വിവരങ്ങളും അറിയാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതാ കിടക്കുന്നത് രേണുസുതിയുടെ ഈ പറഞ്ഞിട്ടുള്ള ദാസേട്ടനും കോഴിക്കോടുമായിട്ടുള്ള ചൂടൻ രംഗങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കോപ്രായങ്ങളൊക്കെ അല്ലേ. അതുകൊണ്ട് ആളുകൾ സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് ഫോണ് പോലും വെറുത്തു പോയ ആളുകളുണ്ട് ഈ രേണുസുതി കാരണം. അപ്പോൾ എന്തായാലും ഞാനിവിടെ ഒരു വിഷ്വൽ വയ്ക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അപ്പോൾ രേണുസുതിനെ ഒട്ടും ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടെങ്കിലൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തത്, എത്ര ആളുകൾ ഉണ്ടെന്നൊന്ന് അറിയാനാണ്. പിന്നെയും രേണുസുതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്. പക്ഷേ അവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ, രേണുസുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ക്ലാസ് ഫ്രോഡാണ്. നിങ്ങളെയൊക്കെ വിഡ്ഢികളാക്കി റീച്ചിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ ഈ കോപ്രായം കാണിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇവർക്ക് ജീവിക്കാനാണ്. നിങ്ങളിപ്പം പറയും അങ്ങനെയാണെങ്കിൽ, ഞാൻ ഈ രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് മുമ്പേ ചെയ്തിരുന്ന വീഡിയോസിൻ്റെ അടിയിലൊക്കെ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ വീട്ടിൽ കൊണ്ടുപോയി താമസിച്ച് നീ ചിലവിനോട് പോകും, അവൾ വെറുതെ ഇരുന്നുള്ളൂ പറയുന്നുണ്ട്. ഈ രേണുസുതി എന്ന് പറഞ്ഞ ആൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഈ രേണുസുതിക്ക് ജീവിക്കാനുള്ള എല്ലാ വകുപ്പും കാര്യങ്ങളും അവർക്കുണ്ട്. അവരെ കയ്യിൽ തന്നെ ജീവിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും ഉണ്ട്. പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ ഈ ഒരു പേക്കൂത്തും കാണിച്ചുകൊണ്ട് ജനങ്ങളെ മുമ്പിലേക്ക് ഇങ്ങനെ നെഗറ്റീവ് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അല്ലെങ്കിൽ ഞാൻ വെറും ഒരു മോശക്കാരിയാണെന്ന് അവർ തന്നെ വരുത്തി തീർത്തിട്ട് ജനങ്ങളെ കൊണ്ട് റീച്ച് പഠിപ്പിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ട് പോകുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. അല്ലെങ്കിൽ പിന്നെ നല്ല നല്ല കാര്യങ്ങളിൽ ചെന്ന് തലവെച്ച് കൊടുക്കും. ഇതുപോലുള്ള വെറും തീട്ട കേസുകൾ, നെഗറ്റീവ് ആളുകൾക്ക്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോസിറ്റീവ് ഉണ്ടെങ്കിൽ അവിടെ ഒരു റീച്ച് ഇല്ല, നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ റീച്ച് ഉണ്ട്. 10 ആളുകൾ കമൻറ്റ് ഇടൂ, 10 ആളുകൾ ലൈക്ക് ചെയ്യൂ, അതിലൂടെ അവർക്കൊരു റീച്ച് കിട്ടത്തുള്ളൂ. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും റീസെൻ്റായിട്ട് ദാസേട്ടൻ കോഴിക്കോടുമായിട്ടുള്ളൊരു ചൂടൻ രംഗം ഞാൻ കാണാനിടയുണ്ടായി. ഞാനിവിടെ ഒന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് നോക്കിക്കേ. ഇപ്പം ഇതിനകത്ത് രേണുസുതിനെ ഞാൻ കുറ്റം പറയുന്നില്ല, ഈ രംഗത്തിനകത്ത്. കാരണം രേണുസുതിക്ക് കൂടുമില്ല കൊടുക്കുകയില്ല ഒന്നുമില്ലാതെ നടക്കുന്ന ഒരു വ്യക്തിയാണ് രേണുസുതി. അപ്പം അവർക്ക് നഷ്ടപ്പെടാനായിട്ടൊന്നുമില്ല. മക്കളും വേണ്ട, പേരൻസും വേണ്ട, സ്വന്തക്കാരും വേണ്ട, ബന്ധക്കാരും വേണ്ടാതെ നടക്കുന്ന ഒരു വ്യക്തിയാണ് രേണുസുതി. അപ്പം പുള്ളിക്കാരിക്ക് നഷ്ടപ്പെടാൻ ഒരിതുമില്ല. പക്ഷേ ഈ മുതുക്കൻ, ഈ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന ഈ കിളവൻ, ഈ പുള്ളിക്കൊരു ഫാമിലിയുണ്ട്, മക്കളുണ്ട്, നല്ലൊരു ജോലിയുള്ള സർക്കാർ ജോലിക്കാരനാണ്. ഇങ്ങാർക്ക് എന്തിൻ്റെ കേടാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും നിങ്ങളതൊന്ന് കണ്ടു നോക്കേ, ഞാനിവിടെ വെച്ച് തരാം. ആ ചൂട്ടിലും തൊട്ടെ കടയിലോട്ട് നോക്കിയേ, ഇടുത്തി ചേർത്ത് പിടിക്കേ, ആ നെറ്റിക്ക് രൂപ കൊടുത്തേ, നെറ്റിയിലും കൂടെ കൊടുക്കുക. അങ്ങനെ കൊടുത്തു പോട്ടെ, ചേർത്ത് പിടിക്കുന്ന ആസയുടെ കുറച്ചുകൂടെ മനസ്സിട്ടെ, കുറച്ചുകൂടെ.
കണ്ടല്ലോ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങാർക്ക് ഇത് എന്തിൻ്റെ കേടാണ്? ഈ വയസ്സാം കാലത്ത് ഇങ്ങാർക്ക് വല്ല കാര്യമുണ്ടോ? ഇത് ഇങ്ങനൊരു പ്രൊഫഷണൽ ആക്ടർ ആണെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങാര് ഈ ഒരു മേഖലയിലോട്ട് വരുന്നത് എങ്ങനെയാണ്? ഇൻസ്റ്റഗ്രാമിലൂടെയും ടിക്ടോക്കിലൂടെയും റീൽസും കാര്യങ്ങളൊക്കെ ചെയ്താണ് ഇങ്ങാര് ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്. പക്ഷേ ഇങ്ങാർക്ക് നല്ലൊരു ഗവൺമെൻറ് ജോലിയുണ്ട്. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. അങ്ങാർക്ക് ജീവിക്കാനാണെങ്കിൽ അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളൊരു ടീമാണ് ഈ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന വ്യക്തി. പക്ഷേ ഇപ്പം ഈ കാണിക്കുന്ന ഈ പോക്കൃത്തരം കാരണം ഇയാളെ ഫാമിലിയിൽ ഇഷ്യൂ ഉണ്ടാവത്തില്ല എന്ന് എന്താണ് ഉറപ്പ്? കാരണം നമുക്ക് കാണുമ്പം തന്നെ നമുക്കറിയാം അത് എന്തോ കോപ്രായമാണ് കാണിച്ചു വിട്ടുന്നത്. ഒരു കുടുംബവും കൊടുക്കാനുള്ള ഒരാളാണോ ഈ ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ ഒരു പ്രവൃത്തി ചെയ്യുന്നത്? അല്ലെങ്കിൽ അതിനൊക്കെ ഒരു മര്യാദയുണ്ട്. ഇത് അങ്ങോട്ട് പിടി, കുറച്ചുകൂടെ കൂടുതൽ കെട്ടിപ്പിടി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് അത്രയും എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് റിയലായിട്ടുള്ള ഇവരെ ആ ഒരു ആത്മാർത്ഥ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഈ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന വ്യക്തിയുടെ വൈഫും അതുപോലെ മക്കളൊക്കെ എങ്ങനെ ഇത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പിടിയില്ല. മിക്കവാറും പുള്ളിക്കാരനെ അടിച്ചിറക്കി വെളിയിൽ കളയാനുള്ള എല്ലാം കാണുന്നുണ്ട്. കാരണം ഇതിലൂടെ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. മിക്കവാറും രേണുവിനെയും കെട്ടി ദാസേട്ടൻ സുഖമായിട്ട് ജീവിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. റീൽസും ഇതുപോലുള്ള ആർട്ട് ഷൂട്ടൊക്കെ ചെയ്ത് ജീവിക്കേണ്ടി വരും മിക്കവാറും. ഇനി ഞാൻ ഈ രേണു ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ പറയുന്ന എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യമാണ്, രേണു നമ്പർ 1 ഫ്രോഡാണ്. റീച്ചിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ കാട്ടിക്കൂട്ടലൊക്കെ നടത്തുന്നത്. ഫ്രോഡ് ആണെന്നതിന് ഒരു സംശയമില്ലെന്ന് ഞാൻ എല്ലാ വീഡിയോസിനകത്ത് ഞാൻ പറയുന്നതാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് ഞാൻ ഇവിടെ നിന്ന് വെച്ച് തരാം. നിങ്ങൾ നോക്കിക്കേ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി 24 മണിക്കൂറും എല്ലാം എൻ്റെ സുധിച്ചേട്ടന് വേണ്ടി, സുധിച്ചേട്ടൻ എൻ്റെ ജീവനാണ്, സുധിച്ചേട്ടൻ എൻ്റെ ആനയാണ്, തേങ്ങയാണ്, ചക്കയാണ്, മാങ്ങയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഇവർ ഒരു നിമിഷം ഈ കോപ്രായങ്ങളൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് സുധിച്ചേട്ടൻ ഒന്ന് ഓർക്കുന്നുണ്ടോ? ഇതൊക്കെ സുധിച്ചേട്ടൻ ഇവർ തന്നെ പറയുന്നതാണ്. എൻ്റെ അടുത്തുണ്ട്, എൻ്റെ മടിയിൽ, എൻ്റെ ഒപ്പം സുധിച്ചേട്ടനുണ്ട്. ബിഗ് ബോസിൽ പോയ സമയത്ത് എന്താണ് ഈ ബിഗ് ബോസ് വീട്ടിൻ്റെ അകത്ത് സുധിച്ചേട്ടൻ വന്നിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് സുധിച്ചേട്ടൻ ഉണ്ടെന്ന് വരെ പറയുന്ന പറഞ്ഞു നടന്നിരുന്ന ഇവർ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിക്കുന്ന സമയത്ത് സുധിച്ചേട്ടൻ ഉണ്ട് എൻ്റെ അടുത്ത് എന്നുള്ളൊരു ചിന്തയില്ലാത്തത്? നിങ്ങൾ ഈ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കുക. ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ വെച്ച് തരാം. കണ്ടല്ലോ, ഇത് കാണുമ്പം തന്നെ നമുക്കറിയാം ഇത് പബ്ലിക്കിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇത് കണ്ടിട്ട് പബ്ലിക് നെഗറ്റീവ് പറയും. അതിലൂടെ ഇവർക്ക് കുറച്ച് റീച്ച് കിട്ടും. 10 പേരെ ഇവർ ഈ ഒരു രംഗം എടുത്ത് റിയാക്ട് ചെയ്യും. അതിലൂടെ ഇവർക്ക് വീണ്ടും ഡൗൺ ആയി കിടക്കുന്ന റീച്ച് കിട്ടും. പിന്നെ എപ്പോഴും ഒരു നെഗറ്റീവ് വന്നു കഴിയുമ്പോഴാണ് ഒരു 4-5 ഓൺലൈൻ ചാനലുകാർ പോയിട്ട് ഇവർക്കൊരു ഇൻ്റർവ്യൂ കൊടുക്കുന്നതും ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതും. അങ്ങനെ അതിലൂടെയും കുറച്ച് ഏണിങ്സ് ഇവർ ഉണ്ടാക്കുന്നുണ്ട്. മനസ്സിലായോ? അതാണ് ഇവർക്ക് 2 ഗുണമാണ്. ഒന്ന്, ഇതിലൂടെ ഈ നെഗറ്റീവിലൂടെ ഇൻ്റർവ്യൂ കിട്ടുന്നുണ്ട്. ആ നെഗറ്റീവിലൂടെ ഇവർക്ക് റീച്ച് കിട്ടുന്നുണ്ട്. റീച്ച് കിട്ടുമ്പോൾ എന്താണ്, അടുത്ത ഷൂട്ടുകളും ആടുകളും കിട്ടുന്നുണ്ട്. ഇതുപോലുള്ള ആർട്ട് ഷൂട്ടുകളൊക്കെ ഇവർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം ഒരു വെടിക്ക് 2 പക്ഷിയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, രേണു സുധി എന്ന് വെച്ചാൽ നമ്പർ 1 ഫ്രോഡാണ്. ഇനി എന്തൊക്കെ ആളുകൾ പറഞ്ഞാലും, എത്ര ആളുകൾ ഇതൊക്കെ ഇവർ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊന്ന് കാണണം. നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ രേണു സുധി എൻ്റെ വീട്ടിലെ മോളെ പോലെയാണ്. എനിക്കൊന്ന് ഇവരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന അമ്മമാരും പെങ്ങന്മാരും ഒരുപാട് സ്ത്രീകളാണ്. നിങ്ങളൊക്കെ ഒന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കി രേണു സുധിയുടെ തനി സ്വഭാവം എന്താണെന്ന്. ഞാൻ ഇനി ഇവിടെ വേറൊരു ക്ലിപ്പ് കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാം. നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ രേണുസുധിയെ കണ്ടുപിടിക്കണം, രേണുസുധി വിധവകളുടെ മാതൃകയാണ്, അല്ലെ സ്ത്രീകൾക്കൊരു മാതൃകയാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ. ഇതും കൂടെ ഒന്ന് ഈ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കിക്കേ. കാരണം രേണുസുധിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ രേണുസുധി അവർക്ക് വേണ്ടി കൊടുക്കുന്നൊരു മെസ്സേജാണ് ഇപ്പം ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഇതുപോലെ ആവണം എന്നാണ് രേണുസുധി പറയുന്നത്. സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറി ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. അതുകൊണ്ട് ഞാൻ സ്മോക്ക് ചെയ്യത്തില്ല. വല്ലപ്പോഴും ഇല്ല, സ്മോക്കിംഗ് ഇല്ല. വല്ലപ്പോഴും അടിക്കുമ്പോൾ സ്മോക്ക് ചെയ്യത്തില്ല. അതാണ് ലഹരി. അടിക്കുമ്പോൾ അതാണ് ലഹരി. അത് ഇവരെ
തോട്ടിയൊക്കെ അടിച്ച് എന്ത് ലഹരി തോട്ടി ഒരു ചേച്ചി എത്ര പേര് ഒരു തോട്ടി 30 60 അതിൽ കൂടുതലൊന്നും അടിക്കത്തില്ല വല്ലപ്പോഴും പോയിട്ട് വന്നിട്ട് ബാക്കി എടുക്കാം പ്ലീസ്. ആ ഓക്കെ ഓക്കെ എന്താ കണ്ടല്ലോ, ഇവർക്ക് ഒരു പബ്ലിക് ഒരു മീഡിയ ആണ്. ആ മീഡിയ ഇവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് കൊടുക്കുന്ന എന്തിനാണ് ഇവരെ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇവരെ കോപ്രായങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കാനായിരിക്കും ഇവരെ ഇഷ്ടപ്പെടുന്നത്. അപ്പം അവർക്ക് കൊടുക്കുന്നൊരു മെസ്സേജാണ് 30 അടിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല, നിങ്ങളൊരു 40 50 അല്ലെങ്കിൽ ഒരു 100 അടിച്ചങ്ങോട്ട് പോവുക, കള്ള ലഹരിയൊക്കെ ഉപയോഗിക്കുന്നത് ഒരു കുഴപ്പമില്ല എന്നൊരു മെസ്സേജാണ് ഇവർ ഇതിലൂടെ കൊടുക്കുന്നത് തന്നെ.